എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാറ്റിന്റെ ശബ്ദം കാരണം കേൾക്കാൻ പറ്റുന്നില്ലല്ലേ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടത് വാഗമൺ ട്രിപ്പാണ്. KSRTC ബജറ്റ് ടൂറിസത്തിൽ ആ ട്രിപ്പിൽ നമ്മൾ പോയ ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ആ ജീപ്പിൽ കയറി പോകുന്നവർക്കും, അതായത് 8 പേർക്ക് കയറാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പുറകിലത്തെ സീറ്റിലോ നടുത്ത സീറ്റിലോ ഇരിക്കുന്നവർക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. ഫ്രണ്ടിലെ സീറ്റിൽ ഇരുന്നാൽ തന്നെ നമ്മൾ കാഴ്ചകൾ കണ്ട് ഇതുപോലെ ഷൂട്ട് ചെയ്തിരിക്കുന്ന പോലെയുള്ള റോഡ് വ്യൂ ഒന്നും വാഹനത്തിലിരുന്നാൽ കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു ഫുൾ വ്യൂ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. വാഗമണിൽ നിന്നുള്ള ഈ ജീപ്പ് സഫാരിയുടെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളങ്ങനെ ജീപ്പ് സഫാരിയുടെ ആദ്യത്തെ വ്യൂ പോയിന്റായ കോട്ടമല വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. കോട്ടമല വ്യൂ പോയിന്റിനെ കൂടുതൽ ദൃശ്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. KSRTCയുടെ ബജറ്റ് ടൂറിസം എന്ന് പറഞ്ഞ ആ വീഡിയോ കാണാത്തവർ, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോട്ടമലയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ KSRTC ബജറ്റ് ടൂറിസത്തിൽ പോയ മറ്റുള്ള സ്ഥലങ്ങളുടെയും ഡീറ്റെയിൽ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ കോട്ടമല വ്യൂ പോയിന്റ് കണ്ട ശേഷം തിരിക്കുകയാണ് രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക്. നമ്മളൊരു റൗണ്ട് ട്രിപ്പ് പോലെയാണ് പോകുന്നത്. വീണ്ടും നമ്മളെ ജീപ്പ് സഫാരി തുടരുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ആദ്യത്തെ ഈ ഡെസ്റ്റിനേഷനായ കോട്ടമലയിലേക്ക് വരുന്നതിന് വേണ്ടി അധികം ഓഫ് റോഡ് യാത്രയൊന്നുമില്ല. പക്ഷേ ഇവിടെ നിന്നുള്ള ഇനി യാത്രകളിൽ നമുക്ക് ഓഫ് റോഡ് ജീപ്പിൻ്റെ സഹായം വേണ്ടി വരും. രണ്ടാമത്തെ പോയിന്റായ ഇടുക്കിയുടെ ജലാശയങ്ങൾ മുകളിൽ നിന്ന് മറ്റൊരു സൈഡിൽ നിന്നുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മളങ്ങനെ ഓഫ് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. വർഷക്കാലം കൂടി ആയി കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ചളിയായിരിക്കും, വളരെ സ്ലിപ്പറി കൂടിയായിരിക്കും. മണ്ണിട്ട ഒരു വഴിയാണിത്. മണ്ണോട്ട് കൂടി അല്പം 2 ദിവസം മുമ്പ് പെയ്ത മഴയുടെ ചളിയെല്ലാം ഇവിടെ കാണാൻ കഴിയും. വീല് സ്ലിപ്പാവാതെ തന്നെ പോകാൻ ബുദ്ധിമുട്ടാണ്. സാധാരണ വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്, പോവുകയില്ല. ജീപ്പുകൾക്ക് മാത്രമാണ് ഇവിടെ പോകാൻ കഴിയുകയുള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ വാഹനങ്ങൾ വേണം ഇവിടെ പോകാനായിട്ട്. ജീപ്പിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ വീഴാതിരിക്കാനായിട്ട് പിടിച്ചിരിക്കണം. പ്രത്യേകിച്ചും കുട്ടികളെയും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ കൂടുതൽ സൂക്ഷിക്കണം. വളരെ ആടിയുലഞ്ഞ് ആണ് ഈ ജീപ്പ് പോകുന്നത്. വീഡിയോയിൽ അത്രയും റോഡിൻ്റെ അവസ്ഥ കാണാൻ ചിലപ്പോൾ സാധിച്ചു തരികയില്ല. റോഡിൽ തന്നെ പല സ്ഥലത്തും വളരെ കുഴിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 350ഓളം ജീപ്പുകൾ സഫാരി നടത്തുന്നുണ്ട് ഇവിടെ. ജീപ്പുകളെല്ലാം കണ്ടിന്യൂസ് ആയി പോയിട്ട് അങ്ങനെ ജീപ്പിൻ്റെ തന്നെ ഒരു ട്രാക്ക് പോലെ തന്നെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ കൂടിയുള്ള റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
റോഡ് യാത്രയെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാവുന്ന ഒരു ട്രിപ്പാണിത്. നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥലത്തും ഇങ്ങനെ ചളികെട്ടിൽ കൊണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ഈ KSRTCയുടെ യാത്ര തന്നെ മറ്റൊരു വീഡിയോയാണ്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുഴുവനായിട്ടുള്ള വ്യൂ. ഇവിടെ ഹെയർപിൻ ബെൻഡ് പോലും ഓഫ് റോഡായി തന്നെ ഇട്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ കോൺക്രീറ്റ് കാണാറുണ്ടെങ്കിൽ ഇവിടെ യാതൊന്നും ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റായ ഇടുക്കി ഡാം കാറ്റ്മെന്റ് ഏരിയ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാറ്റ്മെന്റ് ഏരിയ വ്യൂ പോയിന്റിന്റെ കൂടുതൽ ദൃശ്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. എങ്കിലും അല്പം വ്യൂസ് ഇവിടെ വീണ്ടും ഞാൻ കാണിക്കുന്നുണ്ട്. യാത്രയിലുടനീളം കാറ്റിന്റെ ശബ്ദവും ജീപ്പിന്റെ ശബ്ദവുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുന്നിന്റെ മുകളിലായതുകൊണ്ട് തന്നെ കാറ്റിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഈ ജീപ്പ് സഫാരിയില് നമ്മളൊരു റൗണ്ട് ട്രിപ്പ് പോലെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അല്പം സ്ഥലങ്ങളിൽ, അതായത് ഈ വ്യൂ പോയിന്റിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഏതാണ്ട് ഒരു 100-300 മീറ്റർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജീപ്പ് വരുന്ന വഴിയുണ്ട്. അവിടെ മാത്രം ജീപ്പുകൾക്ക് സൈഡ് കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ തിരിച്ചു പോകുന്ന ഈ വഴിയിൽ വീണ്ടും നമ്മൾ വന്നിട്ട വഴി നമ്മൾ തിരിഞ്ഞ ഭാഗം വരയ്ക്കുന്ന വരാൻ അതിനുശേഷം നമ്മൾ വൺ വേ ആയിട്ടാണ് പോകുന്നത്. റൗണ്ട് ആയിട്ട് രണ്ടാമത്തെ വ്യൂ പോയിന്റിന് ശേഷം നമ്മൾ മൂന്നാമത്തെ വ്യൂ പോയിന്റ്, അതായത് കൂട്ടിയാർ ചെക്ക് ഡാമിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് വെള്ളം പോകുന്നതിന് വേണ്ടി പണിത ഒരു ടണലുണ്ട്. ആ ടണൽ വ്യൂ പോയിന്റ് കാണാനാണ് പോകുന്നത്. ടണൽ വ്യൂ പോയിന്റിന്റെ ഡീറ്റെയിൽസ് അവിടെ നിന്നുള്ള ഒരു ജീപ്പ് ഡ്രൈവർ വിവരിച്ചു തന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി അവിടെ എത്തുമ്പോൾ കേൾക്കാം. കുളുപ്പുണി എന്ന സ്ഥലത്താണ്. കുളുപ്പുണിയിലൊരു വാട്ടർഫാളുണ്ട്. വളരെ മനോഹരമായൊരു വാട്ടർഫാളാണ്. മഴക്കാലമല്ലാതിരുന്നിട്ട് തന്നെ ഇപ്പോഴും അവിടെ അല്പം വെള്ളമുണ്ട്. നമ്മളങ്ങനെ ആ പോയിന്റിൽ എത്തിക്കുകയാണ്. അങ്ങനെ കുളുപ്പുണിയിലെ വെള്ളവും കുട്ടിയാർ ഡാമിലെ വെള്ളവും ഒന്നിച്ച് ഇവിടെ ചേർന്ന് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ കൂടി ചെറിയൊരു നദിയായിട്ട് രൂപപ്പെട്ടു പോയിട്ടാണ് ഇടുക്കി ഡാമിലേക്ക് പോകുന്നത്. ഈ യാത്രയിലുടനീളം ചീവീടുകളുടെ വളരെ കൂടുതൽ ശബ്ദം കേട്ടൊരു സ്ഥലമാണിത്. നമ്മൾക്ക് അതുകൂടി ആസ്വദിക്കാം.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ടണൽ വന്ന് ചേരുന്ന സ്ഥലം. ഇപ്പോൾ വെള്ളമെല്ലാം കുറവാണ്. വർഷക്കാലത്ത് ഇങ്ങോട്ട് ഇറങ്ങാൻ ശ്രമിക്കരുത്. പെട്ടെന്നായിരിക്കും മലവെള്ളപ്പാച്ചിൽ വരുന്നത്. വളരെ ഫോഴ്സിൽ ഇപ്പോൾ വെള്ളം കുറവുള്ളതുകൊണ്ട് ഇവിടെ ആളുകൾ ഇറങ്ങിയും ഫോട്ടോ എടുക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. സൂക്ഷിക്കണം, കുട്ടികളെ ഒന്നും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങരുത്. ഉരുണ്ട കല്ലുകളാണ്. ഇവിടെ നമ്മൾ കാണുന്നതാണ് ആ വെള്ളച്ചാട്ടം. ഇപ്പോൾ വളരെ ചെറുതായിട്ട് മാത്രമേ കാണാനുള്ളൂ. ഈ ടണലിന്റെ വ്യൂ എല്ലാം നല്ല ഭംഗിയുള്ളതാണ്. ചിലരെല്ലാം ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഏത് ഡാം അവിടെയുള്ള? ഏതാ? കൂട്ടിയാറ്. അവിടെ നിന്നാണ് ഈ ടണല്. അതെ, അതായത് ഇതിന്റെ ഫ്രണ്ട് ഇത് 3.5 കിലോമീറ്റർ. ഓപ്പോസിറ്റ് കൂട്ടിയാർ ചെക്ക് ഡാം. ആ കൂട്ടിയാർ ചെക്ക് ഡാമിൽ നിന്ന് ഇവിടെ ടണല്ലേ? ആ ഡാമിന് ഷട്ടർ ഇല്ല. നിറയുന്ന വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകും. മഴക്കാലത്ത് ഇറങ്ങാൻ പറ്റില്ല. അതല്ല, അപ്പൊ കൂട്ടിയാർ ചെക്ക് ഡാമിൽ നിന്ന് ഇവിടെ വരാം. ഇത് ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് ഉളുപ്പുണി. കപ്പക്കാനം. കപ്പക്കാനം, ഉളുപ്പുണി. കപ്പക്കാനുണ്ടാണ്. ഇവിടുന്ന് ഇടുക്കി ഡാമിലേക്ക് വെള്ളം പോകും അല്ലേ? അതെ അതെ. ഇടുക്കി ഡാമിലേക്ക് പുഴമാർഗം ഇടുക്കി ഡാമിന് 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ അല്ല. അപ്പൊ ആ ചെക്ക് ഡാമിൽ പോകാൻ വേണ്ടി ഉണ്ടാക്കിയ ടണലാണ്. അതെ അതെ. ആ വെള്ളം എല്ലാം വെറുതെ പോകല്ലേ. അത് കെട്ടി നിർത്തി ഡാമിലേക്ക് വിടുക. അല്ല, ഇത് നാച്ചുറൽ കറന്റ് അല്ല, മാൻമെയ്ഡാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് യാത്ര തിരിക്കുകയാണ്. ഈ ജീപ്പ് സഫാരി നമുക്ക് വേണ്ടത് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും വ്യൂ പോയിന്റ് കാണുന്നതിന് വേണ്ടിയാണ്. ആദ്യത്തെ വ്യൂ പോയിന്റിലേക്ക് ഞാൻ പറഞ്ഞു അധികം ബുദ്ധിമുട്ടാതെ നമുക്ക് എത്താവുന്നതാണ് നമ്മുടെ വാഹനങ്ങളിൽ. പക്ഷേ 2ഉം 3ഉം പോയിന്റിലേക്ക് നമുക്ക് ജീപ്പ് തന്നെ വേണം. അതിനുശേഷം നമ്മൾ വീണ്ടും വന്ന് നല്ല റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. തേയില തോട്ടങ്ങളുടെ നടുവും അതുപോലെ തന്നെ വാഗമണിൻ്റെ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി പോകുന്നത് സൂയിസൈഡ് പോയിന്റ്, അതായത് നമ്മൾ ബസ് നിർത്തിയിരുന്നതിൻ്റെ ഏതാണ്ട് 100-300 മീറ്റർ അകലെ മാത്രമുള്ള സൂയിസൈഡ് പോയിന്റിലേക്കാണ്. അവിടെ പോകണമെങ്കിൽ നമുക്ക് വാഗമൺ ടൗണിൽ തന്നെ ഓഫ് റോഡ് എന്നല്ലാതെ വരാൻ സാധിക്കുന്നതാണ്. നമ്മൾ സൂയിസൈഡ് പോയിന്റിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഈ ജീപ്പ് സഫാരിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ജീപ്പ് സഫാരിക്ക് സാധാരണയായി ഇവിടെ ഈടാക്കുന്നത് 2000 രൂപയാണ് വാഗമൺ ടൗണിൽ നിന്ന്. പിന്നെ നമ്മൾ താമസിക്കുന്ന ഡെസ്റ്റിനേഷൻ്റെ ദൂരമനുസരിച്ച് ചാർജ് മാറുന്നതാണ്. എങ്കിലും ഈ ജീപ്പ് സഫാരിയിൽ ഇവരുടെ കൂടെ പോകുന്നത് തന്നെയായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. കാരണം ഡ്രൈവ് ചെയ്യാൻ ഉള്ള അവരുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ റൂട്ടെല്ലാം അവർക്ക് കൃത്യമായി അറിയാം. തന്നെയല്ല നമ്മൾക്ക് കാഴ്ചകളെല്ലാം കണ്ടിരിക്കാൻ കഴിയും. നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ റോഡിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വാഹനം ഓടിക്കേണ്ടതായിട്ട് വരും. കാഴ്ചകളൊന്നും കാണാനായിട്ട് കഴിയില്ല. തന്നെയല്ല നമ്മളിവിടെ ചെല്ലുമ്പോൾ ഇവിടെയുള്ള ഒരു പറ്റം യുവാക്കളുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണത്. നമ്മൾ അവരുടെ തൊഴിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നൽകുക കൂടി ആണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. നമ്മളങ്ങനെ ഈ സൂയിസൈഡ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഈ കാഴ്ചകൾ കൂടി കണ്ടതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഈ സഫാരി അവസാനിപ്പിച്ച് നമ്മളുടെ
തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തും. അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞ് നമ്മൾ എത്തുകയാണ്. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ കാഴ്ചകൾക്ക് ശേഷം. ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ കാഴ്ചകൾ കാണാം. അതുവരെയും ടാറ്റ, ബൈ ബൈ.